ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേവിഷബാധയെക്കുറിച്ചാണ്. പേവിഷബാധ എന്നൊരു ബുദ്ധിമുട്ട് വരുമ്പം ആശുപത്രിയിൽ കാണാൻ വരുന്ന രോഗികളുടെ പ്രധാന ഒരു സംശയമാണ് ഏതൊക്കെ മൃഗങ്ങളിൽ നിന്നാണ് നമുക്ക് പേവിഷബാധ ഏൽക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിന് ഒരു വ്യക്തമായ ഒരു മറുപടി എന്ന് എല്ലാവരുടെയും മനസ്സിൽ വെക്കാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാ വാം ബ്ലഡഡ് ആനിമൽസിൽ നിന്നും നമുക്ക് പേവിഷബാധ ഏൽക്കാൻ സാധ്യതയാണ്. വാം ബ്ലഡഡ് ആനിമൽസ് കടിച്ചാൽ അവരിൽ നിന്ന് മാത്രമേ നമുക്ക് പേവിഷബാധ ഏൽക്കാൻ സാധ്യതയുള്ളൂ. അതിൽ നിന്ന് തന്നെ ഈ പല്ലി കടിച്ചാലോ മറ്റേത് പാമ്പ് കടിച്ചാലോ അതിൽ നിന്നും നമുക്ക് വരില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേവിഷബാധ പടർത്തുന്ന മൃഗങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നായ്ക്കളിൽ നിന്ന് തന്നെയാണ്. അതായത് 95% നായ്ക്കളിൽ നിന്നുള്ള കടി ഏൽക്കുന്നതിന് മൂലമാണ് സംഭവിക്കുന്നത്. ഒരു 2% മാത്രമേ പൂച്ചകളിൽ നിന്നുള്ള സ്പ്രെഡുള്ളൂ. ബാക്കി ഈ കീരി, കുറുക്കൻ, മറ്റ് വൈൽഡ് ആനിമൽസ് അവരുടെ കടിയേൽക്കുന്നത് മൂലമാണ് മറ്റ് പേവിഷബാധ ഉണ്ടാക്കുന്ന മൃഗങ്ങൾ. വേറെ ഒരു സാധാരണ കാണപ്പെടുന്ന ചോദ്യം എന്ന് വെച്ചാൽ വാക്സിനേഷൻ എല്ലാം എടുത്ത വളർത്തു മൃഗങ്ങളിൽ നിന്ന് പേവിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ വളർത്തു മൃഗങ്ങളിലെ വാക്സിനേഷൻ പലപ്പോഴും നമുക്ക് സക്സസ് ഉറപ്പിക്കാൻ പറ്റില്ല. വാക്സിനേഷൻ എടുത്തു എന്ന് വെച്ചാൽ അവർ പ്രതിരോധ ശക്തി വന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അത് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ അവരുടെ രക്തത്തിലെ ആൻറ്റിബോഡി ടൈറ്റർ എടുക്കണം. അത് ആഡിക്വേറ്റ് ആണെങ്കിൽ അവർ വാക്സിനേറ്റഡ് ആണ്. അങ്ങനെ ആൻറ്റിബോഡി ടെസ്റ്റ് എടുത്ത് ആഡിക്വേറ്റ് ആണെന്ന് സർട്ടിഫൈ ചെയ്ത ആനിമൽസിൽ നിന്ന് നമുക്ക് കടിയേറ്റാൽ കുഴപ്പമില്ല, ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ പലപ്പോഴും ഇത് ചെയ്യപ്പെടാറില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമുക്ക് മൃഗങ്ങളെല്ലാം കാര്യമായി നോക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലിരുന്ന ചോദ്യം. അതിനുത്തരം പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് വാക്സിനേഷൻ എന്നാണ്. അതാകുമ്പം കടിയേൽക്കുന്നതിന് മുമ്പ് നമ്മൾ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ കടിയേറ്റതിന് ശേഷം ചെയ്യേണ്ടി വരുന്ന പ്രക്രിയയിൽ നിന്നും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് 3 വാക്സിൻ എടുത്താൽ മതി. മറ്റേതുപോലെ 5 വാക്സിൻ, ഇമ്മ്യൂണോഗ്ലോബുലിൻ, മറ്റു കാര്യങ്ങൾ അതൊന്നുമില്ല. 3 വാക്സിൻ എടുക്കുക. 3 വാക്സിൻ കംപ്ലീറ്റഡ് ആകുമ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി കൈവരിച്ചിരിക്കും. അപ്പം നമ്മൾ ചെറിയ കടിയൊന്നും അപ്പം നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കടിയേറ്റാലും മാക്സിമം ഒരു 2 ഡോസ് വാക്സിനേഷനേ ആവശ്യം വരുള്ളൂ. ഇനിയും നമുക്കൊരു പേവിഷബാധ സംശയിക്കുന്ന ഒരു മൃഗം നമ്മളെ കടിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എന്തടിസ്ഥാനത്തിലാണ് നമുക്കതിനുള്ള ചികിത്സ നൽകുന്നത്, അതായത് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എന്ന് പറയുന്ന ആ ചികിത്സാ വിധിയുടെ രീതി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു മൃഗം നമ്മളെ കടിക്കുമ്പോൾ ആ വ്രണത്തിന് നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. കാറ്റഗറി 1 എന്ന് പറയുന്ന ആ വ്രണം എന്ന് പറയുമ്പോൾ മുറിവൊന്നും ഏറ്റിട്ടുണ്ടാവില്ല, തൊലിയിലൊരു പോറൽ പോലും കാണണ്ട, അത് ഒരു ചെറിയ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്തൊരു, അല്ലെങ്കിൽ തൊലിക്കൊരു പ്രശ്നവും സംഭവിക്കാത്ത വ്രണമാണ് ഈ കാറ്റഗറി 1. അതിന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് മോസ്റ്റ്ലി ഒരു നക്കലോ അല്ലെങ്കിൽ തൊലിക്ക് പ്രശ്നം വരാത്ത രീതിയിലുള്ള ചെറിയ ലൈറ്റ് സ്ക്രാച്ച് ഒക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നല്ലപോലെ സോപ്പിട്ട് കഴിയാൻ മാത്രം മതി. അതാണ് കാറ്റഗറി 1 വൂണ്ട് എന്ന് പറയുന്നത്. കാറ്റഗറി 2 വൂണ്ട് ലക്ഷണം എന്ന് പറയുമ്പോൾ തൊലിയിൽ ബ്രീച്ച് വന്നിട്ടുണ്ട് പക്ഷെ ബ്ലീഡിംഗ് ഇല്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ 15 മിനിറ്റ് സോപ്പിട്ട് കഴുകുക, മറ്റു കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നമ്മൾ വാക്സിനേഷൻ എടുക്കാനുള്ളത് എടുക്കും. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. പിന്നെ ഉള്ളതാണ് മോസ്റ്റ് കോമൺലി നമ്മൾക്ക് കാണപ്പെടുന്ന കാറ്റഗറി 3. അതായത് ഇതിൽ തൊലിക്ക് ബ്രീച്ച് ഉണ്ടാവുക മാത്രമല്ല, രക്തം പൊടിഞ്ഞിട്ടുണ്ട്. രക്തം പൊടിയുക എന്ന് പറയുന്ന ആ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് കാറ്റഗറി 3 ആവുന്നത്. ഇതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ. അതായത് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആൻറ്റി റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അത് പല രീതിയിലുള്ളതുണ്ട്. പിന്നെ വാക്സിനേഷൻ കൊടുക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൃത്യമായി നമ്മൾ ചെയ്താലേ കാറ്റഗറി 3 വൂണ്ട്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് രക്തം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റഗറി 3 ആയിട്ട് തന്നെ ചെയ്യണം. അത് രക്തം പൊടിഞ്ഞു കഴിഞ്ഞിട്ട് അല്ല ഇപ്പം രക്തം പൊടിയുന്നില്ല അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. ആദ്യത്തെ ആ സ്ക്രാച്ചിൽ തന്നെ ചെറിയ രീതിയിൽ നിങ്ങൾ രക്തം കണ്ടിട്ടുണ്ടോ എങ്കിൽ ഇത് എടുത്തേ പറ്റുള്ളൂ. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ പേവിഷബാധ ഇളകിൽ കഴിഞ്ഞാൽ അതിൻ്റെ മോർട്ടാലിറ്റി, അതായത് മരണനിരക്ക് എന്ന് പറഞ്ഞാൽ 99.2%. ആകെ എനിക്ക് തോന്നുന്നു 4-6 പേര് മാത്രമേ ഭൂമിയിൽ ഇളകിയതിന് ശേഷം രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മരണം സുനിശ്ചിതമാണ്. അതുകൊണ്ട് അതിനെതിരെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇപ്പോഴേ മറ്റു ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് രക്തം പൊടിയുന്ന ഒരു വ്രണം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇമ്മ്യൂണോഗ്ലോബുലിനും എടുക്കണം, വാക്സിനും എടുക്കണം. ആ ഭാഗം നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകുകയും ചെയ്യണം. ഇനിയും നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റഗറി 3, അതായത് അത്യാവശ്യമായി കറക്റ്റായിട്ടുള്ള ചികിത്സ കിട്ടേണ്ട ആൾക്കാർ, അവരെ എന്തൊക്കെ ചികിത്സയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? വാക്സിനേഷൻ പൊതുവെ നമ്മുടെ സർക്കാർ ക്രമീകരണങ്ങളെല്ലാം ഇൻട്രാഡെർമൽ വാക്സിൻസ് കിട്ടും. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഇൻട്രാമസ്കുലർ വാക്സിനേഷനാണ് കൊടുക്കുന്നത്. കാരണം നല്ല ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഇൻട്രാമസ്കുലർ വാക്സിനേഷൻ തന്നെ വേണമെന്നാണ്. കാരണം അതായത് നമ്മുടെ നാഷണൽ റേബീസ് ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പം ഇമ്മ്യൂണിറ്റി കുറവായ ആൾക്കാർ, മലേറിയക്കെതിരെ മരുന്നെടുക്കുന്ന ആൾക്കാർ,
സ്റ്റിറോയിഡ്സ് എടുക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവർ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ കിട്ടുന്ന ഇൻട്രാഡെർമൽ വാക്സിനേഷൻ മാത്രം എടുത്താൽ പോരാ, അവർക്ക് ഇൻട്രാമസ്കുലർ വാക്സിനേഷൻ തന്നെ വേണമെന്ന് നമ്മുടെ നാഷണൽ ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻട്രാമസ്കുലർ ആണ് ഞങ്ങൾ എല്ലാ രോഗികൾക്കും കൊടുക്കുന്നത്. അത് പക്ഷേ കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം പെയിനൊക്കെ വരും, അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കണം. അതുകൊണ്ടാണ് എല്ലായിടത്തും ഇൻട്രാമസ്കുലർ ഇല്ലാത്തത്. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഇൻട്രാമസ്കുലർ ആണ് നമ്മൾ ഈ കാറ്റഗറി 3 വൂൺസ് വരുന്നവർക്കെല്ലാം കൊടുക്കുന്നത്. പിന്നുള്ളത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന സാധനമാണ്. അത് ഗവൺമെൻറ് സെറ്റപ്പിൽ നമുക്ക് ഹ്യൂമൻ ആൻറ്റി റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിനും ഇക്വൈൻ ആൻറ്റി റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് കുതിരയിൽ നിന്ന് വരുന്ന ഈ 2 ടൈപ്പിലെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് ഉള്ളത് ഗവൺമെൻറ് സെറ്റപ്പിൽ. പുഷ്പഗിരിയിൽ ഞങ്ങൾക്ക് മോണോക്ലോണൽ ആൻറ്റി റേബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. അത് RMAB എന്ന് പറയുന്നത്, റീകോംബിനൻറ്റ് മോണോക്ലോണൽ ആൻറ്റിബോഡി ഫോർ റേബീസ്. അതിന് മറ്റേ ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബുലിനെക്കാളും വിലയും കുറവാണ്, അഡ്വേഴ്സ് റിയാക്ഷൻസ് ഒന്നും തന്നെ അതിനില്ല. അപ്പം ഇമ്മ്യൂണോഗ്ലോബുലിനും പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അവൈലബിൾ ആണ്.